ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഫിദൂസ് വ്ളോഗിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫാമിലി ടൂർ വ്ളോഗായിട്ടാണ്. എപ്പോഴും ഇങ്ങനെ വിചാരിക്കും ഫാമിലി ടൂറൊക്കെ ആയിട്ട് പോകണമെന്ന്. അപ്പോൾ വേറൊരു വൈബല്ലേ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ഫിക്സ് ആക്കിയ സ്ഥലമാണ് വേവ്ലാൻഡ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ഫിക്സ് ആക്കിയ ഒരു സ്ഥലമാണ് വേവ്ലാൻഡ്. അങ്ങനെ പോകുന്ന സമയത്ത് മഴയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ പോകും. അപ്പോൾ ഞങ്ങളവിടുന്ന് 60 കിലോമീറ്റർ അത്രയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പോകുമ്പോൾ ലേസും പാട്ടും ഡാൻസൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് വൈബിലായിരുന്നു പോയിരുന്നത്. ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞങ്ങൾ ഏകദേശം 11 മണിക്ക് തോന്നുന്നു ഇറങ്ങിയത്. ഇത് സത്യം പറഞ്ഞാൽ പെരുന്നാളിൻ്റെ രണ്ടാം പെരുന്നാളൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്തൊക്കെ എടുത്തൊരു വ്ളോഗാണ്. ഇപ്പോഴാണ് ഇടാൻ പറ്റിയത് ഗൈസ്. അങ്ങാടിപ്പുറം. അങ്ങനെ നമ്മൾ വേവ്ലാൻഡ് പാർക്ക് എത്തി ഗൈസ്. അതിൻ്റെ ഫ്രണ്ട് പോർഷനാണിത്. വന്നപ്പോൾ തന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിട്ട്, ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം ആരും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. കാരണം ഈ പാർക്ക് അങ്ങനെ അങ്ങോട്ട് ഫേമസ് ആയിട്ടില്ല. ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് എത്രയും മാസങ്ങളായിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഫേമസ് ആരും അറിയാത്തൊരു പാർക്കാണ്. മിക്കവാറും ഇത് ഫേമസ് ആവും, കാരണം അടിപൊളിയായിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നടക്കാം. ഗൈസ് വേവ്ലാൻഡ് എത്തി ഗൈസ്. അങ്ങനെ പാർക്കിലോട്ടേക്ക് കയറാണ്. അത്യാവശ്യം കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഉച്ച സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാർക്കിലോട്ടേക്ക് ഇറങ്ങാൻ കരുതി. അങ്ങനെ അതിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ കഴിഞ്ഞപ്പോൾ പാർക്കിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള പ്ലേസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള പ്ലേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ പാർക്കിലോട്ടേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് 30 രൂപയാണ്. പക്ഷേ അതിനുള്ളിലോട്ട് കയറിയിട്ട് ഓരോ റൈഡ്സിനും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ ഓരോ റൈഡിനും 40 100 70 അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ എടുത്തത് ഒരു ഫുൾ ടിക്കറ്റാണ്. ഫുൾ ടിക്കറ്റിന് 490 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ റൈഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് റൈഡ്സിലോട്ടേക്ക് പോകാൻ പോവുകയാണ്. ഞങ്ങളങ്ങനെ എൻട്രി കയറിയപ്പോൾ തന്നെ ചെറിയൊരു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കായിരുന്നു. പക്ഷേ ഞാനും പപ്പിയും ഫാദിയും പാടെ ഓടിയത് ഊഞ്ഞാലാടാനാണ് ഗൈസ്. അവിടുത്തെ ഒരു വലിയ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആയിരിക്കട്ടെ ഒരു ഫുൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവുക. ഒരു 490 രൂപയാണ് മൊത്തം ഫുൾ ടിക്കറ്റിന്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ റൈഡിൽ കയറുമ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഈ പാർക്കിലൊക്കെ കളിച്ചു. ചെറിയൊരു പാർക്കാണ്. സീസോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയൊക്കെ ഫോട്ടോസ് എടുക്കാനുള്ള കുറേ പ്ലേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള പൂള് വേറെ, ഫാമിലി പൂള് വേറെ ഉണ്ടായിരുന്നു. ഇപ്പം രണ്ടും തൊട്ടടുത്തിരുന്നു. പക്ഷെ 3 പൂളായിട്ടാണ് ഉള്ളത്. ഒന്ന് മറ്റേ ആ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ സൈക്ലിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവില്ല ഒരു സംഭവം, പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം ഞാനങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാണ്. പിന്നെ സ്വിമ്മിങ് പൂളിൻ്റെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് 100 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഓപ്പൺ ആകില്ല, 3 മണിക്കാണ് അത് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ കണ്ടോ, ഈ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അറ്റത്തുള്ളതാണ് കുട്ടികളുടെ പൂള്. അങ്ങനെ ഓക്കെ. പിന്നെ ഇവിടെ 16D ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടു ഞങ്ങൾ, സെറ്റായിരുന്നു. പിന്നെ ബമ്പർ കാർ ഉണ്ടായിരുന്നില്ല, അത് പൊളി വൈബായിരുന്നു. അതിലൊക്കെ കയറി കേട്ടോ, അടിച്ച് പൊളിച്ചു ഞങ്ങൾ ഇടിച്ചിട്ട്. പിന്നെ കണ്ടത് ഓരോരോ കമ്പാർട്ട്മെൻറ്റിൻ്റെ മാതിരി ഓരോ ഭാഗങ്ങളായിട്ടായിരുന്നു ഓരോന്നുണ്ടായിരുന്നത്. ഇത് പാർക്ക് അങ്ങനെ പുറത്തേക്ക് അറിയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. 2-3-4 പേരൊക്കെ ഉണ്ടായിരുന്നത്.
പിന്നെ അവിടെ ഉണ്ടോ ഇങ്ങനെ ഓരോ മസാജിങ്ങും തെറാപ്പി എന്തൊക്കെയുണ്ട് അവിടെ. അതിൽ ഞാൻ കയറിയില്ല, മമ്മി പപ്പിയും മേമിയും ഉമ്മയാണ് കയറിയത്. അങ്ങനെ ഗൈസ് ഇതാണ് ആ ടിക്കറ്റ്, ഫുൾ ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ 16D കയറാൻ കേട്ടോ. അത് പൊളി വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്ക് സീറ്റിലായിരുന്നു, അതായിരുന്നു പൊളി വൈബ്. പിന്നെ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് എന്നല്ല, ആർക്കും വേണമെങ്കിൽ കളിക്കാം. പിന്നെ അവിടെ വേവ് ലാൻഡിൻ്റെ മെനു ഞങ്ങൾ നോക്കി. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കേട്ടോ, അതിൽ ഏതൊക്കെ റൈഡ്സ് ഉണ്ട് എന്നൊക്കെ. അത്യാവശ്യം ഒരുപാട് റൈഡ്സ് ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ ഞങ്ങൾ ഫുൾ ടിക്കറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. 2, 3, 4 ഞങ്ങൾ ചെയ്തിട്ടില്ല ഗൈസ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു മെനു. ഈ ഫുൾ റൈഡ്സും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടോ, പൂൾ ഓപ്പൺ ആവാത്തതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ കണ്ടോ, ഇങ്ങനെ ഓരോ റൈഡ്സ് ഓരോരോ ഭാഗത്താണ് ഇതുള്ളത്. ഇങ്ങനെ അതിൽ കയറിയിട്ടോ, അങ്ങനെ മൊത്തം തല ഇറങ്ങിയിട്ടുള്ളൊരു റൈഡ്സ് ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഇതിലൊക്കെ ഞാനും പപ്പിയായിരുന്നു കേട്ടോ. ഒരു ഇതെന്താപ്പം കാറല്ല എന്തോ ആ സീറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാള അത് ചിരിച്ച് ഇതായി. കാരണം നമ്മൾ കുറേ വട്ടം ഭയങ്കര വീതി, പെട്ടെന്ന് ചെരിയുമ്പോഴത്തേന് നമ്മൾ വീക്കും. പിന്നെ നമുക്ക് കാല് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ അതൊന്നും വീഴൊന്നുമില്ല. അങ്ങനെ ഞാൻ കയറി, മേമ കയറി, എല്ലാവരും കയറി അത്യാവശ്യം. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇതൊക്കെ ചെറിയ കുട്ടികളുടെ റൈഡ്സാണ്, പക്ഷെ നമ്മളും കയറും, നമ്മളും ചെറിയ കുട്ടിയാണ്. ഇതങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടൊരു റൈഡ്, ചെറിയ കുട്ടികൾക്കൊക്കെ, എന്നെ പോലെയുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ. പിന്നെ ഇത് വേറൊരു സൈഡിലായിരുന്നു. ഇങ്ങനെ ഇത് കണ്ടു മൊത്തം തലകറങ്ങുന്ന ഒരു റൈഡ്സ് ആയിരുന്നു ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സംഭവം എന്താ പറയുക, എയർ നിറച്ചിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ പറയാം, ആ സാധനം തന്നെ. അതിലൊക്കെ കയറിയിട്ടോ. ഞാൻ അവിടെ നിൽക്കണ ആളെടുത്ത് ചോദിച്ചിട്ടാണ് കയറിയത്. എനിക്കൊന്നും കയറാൻ പറ്റില്ല, പക്ഷെ ഞാൻ കയറിയെന്നുണ്ടപ്പോൾ പിന്നെ മേമാരും താത്താരും എല്ലാവരും കയറി. ഞങ്ങൾ വലിയ പെരുന്നാളിന് ഒരു 2ാം പെരുന്നാളിനൊക്കെ പോയൊരു ടൂറായിരുന്നു കേട്ടോ ഇത്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ടൂറൊക്കെ അടിച്ച് പൊളിച്ചോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളെങ്ങനെയൊക്കെയാണ്, പലരും പല രീതിക്കല്ലേ ആഘോഷിക്കുക, അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നിങ്ങളുടെ പെരുന്നാൾ വിശേഷമൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വലിയ പെരുന്നാൾ വ്ളോഗ് എടുത്തതാണ്, പക്ഷേ അതെന്തോ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഞാനത് വിടുന്നില്ല എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ്. അങ്ങനെ അതിൽ അത്യാവശ്യം കളിച്ചു ഗൈസ്. പിന്നെ അവിടുത്തെ ചേട്ടൻ വന്നു പറഞ്ഞു ഇറങ്ങാൻ കേട്ടോ. പിന്നെ അവിടെ സീപ്പ് ലൈൻ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ കയറിയില്ല. അതിന് എക്സ്ട്രാ 200 രൂപ കൊടുക്കണമെന്ന് എന്തോ പറഞ്ഞു. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കളിക്കാനുള്ള ഒരു സംഭവമുണ്ട്, ബോൾസിൻ്റെ. പിന്നെ സ്വിമ്മിങ് പൂളിലോട്ടൊക്കെയായിരുന്നു കേട്ടോ, അതിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്വിമ്മിങ് പൂളിൽ തന്നെ ഇങ്ങനെ റൈഡ്സ് ഉണ്ടാവില്ലേ, വെള്ളത്തേക്ക് ചാടുന്നത്. ഇവിടെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ സ്വിമ്മിങ് പൂളിൽ തന്നെ നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് വലിയൊരു ബോക്സിൽ പാട്ടുണ്ടാവും ഗൈസ്. പിന്നെ പാട്ടിടാത്തത് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. പിന്നെ അതാ ഈ സംഭവം കണ്ടോ, വെള്ളം നിറഞ്ഞാൽ വീഴൂലേ, നല്ല രസമാണ്. പിന്നെ അവിടെ കുട്ടികൾക്കുള്ള സൈഡിൽ DJ പാട്ടും ഒക്കെ ഉണ്ട്, മൊത്തത്തിലൊരു വൈബാണ്. പിന്നെ ഫിഷ് സ്പാ ഉണ്ടായിരുന്നു, അപ്പം അവർക്കൊക്കെ കാലിങ്ങനെ ഇട്ട് നിൽക്കാൻ പേടിട്ടോ. പിന്നെ എനിക്ക് പിന്നെ അതൊരു വിഷയമല്ലല്ലോ. എങ്ങനെ അങ്ങനെ ഗൺ ഷൂട്ടിങ്ങാണ്. അതിൽ ഞാൻ 2 ടിക്കറ്റിലായിരുന്നു ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഞാൻ 7 6 ഇട്ടത്. 9 വീഴ്ത്തി. ഞാൻ 7 6 വീഴ്ത്തി. പിന്നെ പപ്പയും മമ്മിയൊക്കെ അവിടെ ഊഞ്ഞാലാടാണ്. പിന്നെ ഇതാണ് മസാജിങ്, നല്ല സുഖമുണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ കയറിയില്ല. പിന്നെ ഇമ്മ ആ കാളഞ്ചിൽ കയറി, ഉമ്മക്ക് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉമ്മ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവരൊക്കെ ഈ മസാജിങ്ങിൽ കയറി ഫുൾ ബോഡി മസാജാണ് കേട്ടോ. ഇതാണ് അവിടെ നിന്ന് നോക്കിയിട്ടുള്ളൊരു വ്യൂ കണ്ടോ. സ്വത്തൊക്കെ ഇതിൽ അടിച്ച് പൊളിച്ച് കളിക്കായിരുന്നു. പിന്നെ മേമിയും ആൻറ്റിയും താത്തയും കൂടെ തോണിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ മേമ ഫുള്ള് സീനാക്കി കരഞ്ഞ് നിലവിളിച്ചിട്ടൊക്കെ. പിന്നെ ഇങ്ങനെ
പിന്നെ ബമ്പർ കാർ അത് പൊളിയായിരുന്നു കേട്ടോ. അങ്ങോട്ടിടിച്ച് കുറച്ചേരം ഞങ്ങളെ കാർ കറങ്ങിയില്ല, ചെറിയ കംപ്ലൈൻറ്റാണ് തോന്നുന്നു. പിന്നെ അവിടെ വേവ്ലാൻഡ് നേരിയ ആ ഒരു വ്യൂന്ന് ഞാൻ ഫോട്ടോസ് എടുത്തു. കണ്ടോ, തോണിയിൽ കയറിയതാണ് ഏറ്റവും വലിയ രസമായത്. ഞാൻ കയറിയില്ല കേട്ടോ, എനിക്ക് ഒരു വട്ടം അനുഭവം ഉള്ളത്, അതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെ ഈ ഒരു ട്രെയിൻ, ഡ്രാഗൺ ട്രെയിന് 5 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബമ്പർ കാറ് പൊളിയായിരുന്നു. പിന്നെ ഈ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും, കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും അടിച്ച് പൊളിക്കാൻ പറ്റിയ പാർക്കാണ് വേവ്ലാൻഡ്. ഞാൻ ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം. പിന്നെ ഞാൻ അവിടുന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു എന്ന് പറഞ്ഞില്ല, അപ്പോൾ അതൊക്കെയാണിത്. പിന്നെ പാർക്ക് ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വേവ്ലാൻഡാണ്, വല്ലാതെ അറിയപ്പെട്ടിട്ടില്ല. 30 രൂപയുള്ളൂ എൻട്രി. പിന്നെ ഓരോ റേറ്റിനും 100 രൂപ 70 രൂപ ഉണ്ട്. അതിലും ഒരു ഫുൾ ടിക്കറ്റാണ് പാകം. അങ്ങനെ ഞങ്ങൾ ഇത്തവണത്തെ പെരുന്നാൾ ടൂറ് വേവ്ലാൻഡിൽ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ചില്ല് ചെയ്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ ബൈ.